ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. പറയാൻ പോകുന്നത് വേടനെ കുറിച്ചും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ TN പ്രതാപനെ കുറിച്ചുമാണ്. ആദ്യം വേടനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ. വേടനെ കുറിച്ച് മുമ്പും ഇതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവർത്തനമായി വേടനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ആവർത്തന വിരസത സ്വയം അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അയാൾ ഒരു കലാകാരനായതുകൊണ്ട് അയാളെക്കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം അയാൾ എന്നൊരു സെലിബ്രിറ്റിയാണ്. അയാൾ പറഞ്ഞു വെക്കുന്ന കുറേ അസ്വാഭാവികമായ കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നതിലുള്ള ഒരു ഖേദപ്രകടനമാണ് എന്നും ഖേദപ്രകടനമായും ഇത് കാണേണ്ടതുണ്ട് എന്നുകൂടി കാണുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കണം എന്ന് വിനീതമായൊരു അപേക്ഷ കൂടെയുണ്ട്. വേടൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിരുന്ന പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചാനലിലെ അഭിമുഖത്തിൽ വേടൻ പറഞ്ഞ ഒരു കാര്യം, പട്ടികജാതി പിള്ളേർക്ക് പഠിക്കാനുള്ള ശേഷിയില്ല, അവരുടെ DNA-യിൽ അത് ഇല്ല എന്നാണ്. സ്വാഭാവികമായിട്ടും എനിക്കിതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനൊരു പട്ടികജാതിയിൽപ്പെടുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ പറഞ്ഞു വെച്ച ഈ കാര്യം വളരെ തോന്നിവാസവും തെമ്മാടിത്തരവുമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ഇത്രയും പ്രഗത്ഭമായി ഇന്ന് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലാതെ മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നും ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി വിദ്യ അഭ്യസിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി മാറിയ, ഇന്ത്യയുടെ മഹാപുരുഷനെന്ന് അറിയപ്പെടുന്ന ഒരു കേരളത്തിൽ ജനിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് KR നാരായണൻ എന്നായിരുന്നു. ഈ KR നാരായണൻ ഏത് ഇല്ലത്തെ ഏത് നമ്പൂതിരിക്ക് പിറന്ന ഒരു ബ്രാഹ്മണ പുത്രനാണ് എന്നൊന്ന് വേടൻ തെളിയിച്ചാൽ നന്നായിരുന്നു. കാരണം വേടൻ പറഞ്ഞു വയ്ക്കുന്നത് പട്ടികജാതി കുട്ടികൾക്ക് DNA ഇല്ല എന്ന് വേടൻ പറഞ്ഞു വയ്ക്കുന്നത് ഡ്രഗ്സും അതുപോലെ തന്നെ കഞ്ചാവും വിൽക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ന് ഏതെങ്കിലും കുട്ടികൾ ഈ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട, അങ്ങനെ പറയാൻ പാടില്ല എന്ന് വ്യക്തമായ ബോധ്യമുണ്ട്, പക്ഷേ ഇതങ്ങനെ പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാനും കഴിയുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൻ്റെ അടിമകളായിരിക്കുന്നത് ഇത്തരം ഒരുപാട് ചേരിയിലൊക്കെ ഉള്ള കുട്ടികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ഏതെങ്കിലും രീതിയിൽ അവരെ പഠിക്കാൻ അവർക്ക് മനസ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കണമെന്ന് തോന്നുമ്പോൾ, സെലിബ്രിറ്റി ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരാളുടെ വാക്കുകൾ അവരെ ഒരിക്കലും മുന്നോട്ട് നയിക്കില്ല. ശരിയാണല്ലോ, ഞങ്ങളെ DNA-യിൽ അതില്ല എന്ന് സ്വയം വിശ്വസിച്ച് അവർ വീണ്ടും ഡ്രഗ്സിൻ്റെ അടിമകളായി പോവാൻ സാധ്യതകൾ കൂടുതലാണ്. അതിലേക്കാണ് വേടൻ്റെ ഈ വാക്കുകൾ വഴിതെളിയിക്കുന്നത്. വളരെ റോങ് ആണ് ഈ പറയുന്നതെല്ലാം. അങ്ങനെയുള്ള കുട്ടികൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന മഹത് വ്യക്തിത്വമാണ് ഞാൻ നേരത്തെ പറഞ്ഞ KR നാരായണൻ. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രപതിയായിട്ടുള്ള ആള്. അപ്പോൾ അത്രയധികം പാരമ്പര്യം നിലനിൽക്കുമ്പോഴാണ് വേടൻ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ വന്ന് പറയുന്നത് എന്നുള്ളത് പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കണം. വളരെ ബാഡ് മെസ്സേജാണ് വേടൻ നൽകുന്നത്. ഇനി TN പ്രതാപനിലേക്ക് വരാം. കോൺഗ്രസിൽ പൊതുവെ ഈ സാഹിത്യാഭിരുചിയുള്ള നേതാക്കന്മാരെ കാണുക, അല്ലെങ്കിൽ അതിനെ ആഴത്തിൽ അറിവുള്ള ആളുകളെ കാണുക എന്നുള്ളതൊക്കെ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവ് ഉള്ള ഒരാളായിട്ട് തോന്നിയിട്ടുള്ളത് വിഷ്ണുവേട്ടനെയാണ്, വിഷ്ണുനാഥ്. അദ്ദേഹം നല്ല രസമായിട്ട് പാടും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ TN പ്രതാപൻ, അദ്ദേഹം നല്ല അഭിരുചിയുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം എഴുത്തുകാരനാണ്. 2-3 പുസ്തകങ്ങൾ അദ്ദേഹം സ്വന്തമായി എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വായനശാലയുടെ പേരിൽ വേടന് 1 ലക്ഷം രൂപ കൊടുക്കാം എന്ന രീതിയിലോട്ട് ഒരു പ്രഖ്യാപനം നടത്തി. 1 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തി. വായനശാലയുടെ, അദ്ദേഹം തന്നെ ചെയർമാനായിരിക്കുന്ന വായനശാലയുടെ പേരിലാണ് TN പ്രതാപന് 1 ലക്ഷം രൂപ കൊടുക്കുന്നത്. TN പ്രതാപൻ വേടന് 1 ലക്ഷം രൂപ കൊടുക്കുന്നതിൽ എന്താണ് അത്ര അസ്വാഭാവികത
എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് ഇപ്പം എന്താണ് ഇപ്പം ഇത്ര സംസാരിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കാരണം വേടൻ്റെ ഒരു വർഷം മുമ്പുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പ്രതാപ് സാർ ഒന്ന് കാണണം. ആ ഇൻ്റർവ്യൂ അനൂപ് മേനോടൊപ്പം ഇരുന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിൽ വളരെ വ്യക്തമായി വേടൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് പറയുന്നത് ഗാന്ധിജിയെക്കുറിച്ചും ഗാന്ധിജി നയിച്ച സമരത്തെക്കുറിച്ചും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജിയെ അധിക്ഷേപിക്കുകയും ആ സമരത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുകയുമാണ് വേടൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ ചെയ്തിട്ടുള്ളത്. അതൊന്ന് പ്രതാപൻ സാർ കാണണം. മാത്രവുമല്ല, നിലമ്പൂരിൽ ബാപ്പുട്ടിക്ക ആര്യാടൻ ഷൗക്കത്തിന് നിങ്ങൾ ഈ പറയുന്ന ഈ കലാകാരന്മാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ എത്ര പേരാണ് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് എന്നൊരു കാര്യം കൂടെ നിങ്ങളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഓപ്പോസിറ്റായി നിൽക്കുന്ന സുരാജിനെ എത്രത്തോളം എഴുത്തുകാരും സാഹിത്യകാരന്മാരും വന്നു എന്ന് നിങ്ങൾ ഒന്ന് നോക്കുകയും വേണം കേട്ടോ. ഒപ്പം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് 2026 പ്രതാപേട്ടൻ മത്സരിക്കും എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ പ്രതാപേട്ടൻ മത്സരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പ്രതാപേട്ടൻ മത്സരിക്കുമ്പോൾ പ്രതാപേട്ടന് വേണ്ടി വോട്ട് ചോദിക്കാൻ ഈ പറയുന്ന വേടൻ വന്നിരിക്കണം. കാരണം വേടന് കോൺഗ്രസിന് ഇത്രയധികം പ്രോത്സാഹനം കൊടുക്കുന്നത് അങ്ങാണല്ലോ. മാത്രമല്ല 1 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വേടൻ വരേണ്ടതല്ലേ? അപ്പോൾ വേടൻ്റെ ക്ഷണിക്കുകയും വേണം, വേടൻ വരികയും വേണം എന്ന് ഉറപ്പുണ്ടെങ്കിൽ താങ്കൾ ഈ ചെയ്യുന്ന കാര്യത്തിന് ഒന്നും പറയാനില്ല. നിങ്ങളത് കൊടുക്കുക. 1 അല്ല 2 3 ലക്ഷം കൊടുക്കുക, കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ ഓപ്പോസിറ്റായി മത്സരിക്കുന്ന പാർട്ടിക്കാർ, CPM BJP ആരും ആവട്ടെ, അവർക്ക് വേണ്ടി CPM വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് വേണ്ടിയിട്ടോ വേടൻ എന്ന് പറയുന്ന കലാകാരൻ ശബ്ദമുയർത്തില്ല. അവർക്ക് അനുകൂലമായിട്ട് വേടൻ ഒരു വാക്കുപോലും പറയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും വേടൻ എന്ന് പറയുന്ന കലാകാരൻ ശക്തമായി കലാകാരനായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പൈസ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളത് കൊടുക്കുക. ഇത്ര ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ പ്രതാപേട്ടനോട് അല്ലെങ്കിൽ TN പ്രതാപനോട് പറയാനുള്ളത്. കാരണം എല്ലാതും ചിന്തിച്ച് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഈ ഒരു അവസരത്തിൽ. പുറമേ കാണുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, കാരണം ദളിതനായ വേടനാണല്ലോ. അപ്പോൾ ദളിതനായ വേടന് വേണ്ടി മുക്കുവനായ TN പ്രതാപൻ 1 ലക്ഷം കൊടുത്തു എന്നൊരു വാർത്ത വരുത്തി തീർത്തത് കൊണ്ട് TN പ്രതാപന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അത് ആവുന്നുണ്ടോ എന്നും ചിന്തിക്കേണ്ടതുണ്ട് സാർ. ഇതൊക്കെ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്നത് TN പ്രതാപൻ്റെ പേരിലാണെങ്കിലും ഞാനിത് പറയും. കാരണം അദ്ദേഹം ഒരു കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ കൊടുക്കുന്നത് പ്രിയദർശിനിയുടെ പേരിലാണ് എന്നുകൂടി നിങ്ങൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. എല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കാൻ TN പ്രതാപൻ എന്ന നേതാവിന് കോൺഗ്രസ്സുകാർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.